സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദി എഴുതിയ നോവൽ ഗൃഹപ്രവേശം തുടരുന്നു. ഭാഗം 2. തള്ള മോശമൊന്നുമല്ല. അവരുടെ കൈവശം മൂർച്ചയുള്ള കൊയ്ത്തരിവാളുണ്ട്. അങ്ങനെയാണ് ആരും മോഹിക്കുന്ന പെണ്ണിനെ പെരുവഴിയരികിലെ കുടിലിട്ട് അവർ വളർത്തുന്നത്. തള്ളയെപ്പോലെ അനിയൻകുട്ടി എന്നായിരുന്നു അവളും വിളിച്ചിരുന്നത്. ഒരിക്കൽ ശകാരിച്ചു, കുട്ടിയോ? ഞാനെങ്ങനെയാണ് നിൻ്റെ കുട്ടിയാവുന്നത്? നിന്നേക്കാൾ 3-4 വയസ്സിനെങ്കിലും എനിക്ക് മൂപ്പുണ്ടല്ലോ. അതോടെ തിരുത്തി അനിയേട്ട എന്നാക്കി. പക്ഷേ അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രയോഗിക്കാൻ ഇപ്പോഴും ഗംഗയ്ക്ക് ധൈര്യമില്ല. താൻ എന്നെങ്കിലും ഈ ഗ്രാമം വിട്ടാൽ അവൾ മറ്റേതെങ്കിലും നാടക സംഘത്തോടൊപ്പം പോകേണ്ടി വരും. താൻ തുറന്നു കൊടുത്ത വഴിയിലൂടെ അവൾ സഞ്ചരിക്കും. അങ്ങനെ അവൾ അറിയപ്പെടുന്ന ഒരു നാടക നടിയാവും. ഒടുവിൽ താനെന്തിനാണ് അന്യരെപ്പറ്റി ചിന്തിച്ച് തലപോയിക്കുന്നത്? അവൾ എന്തുമാകട്ടെ, പക്ഷെ അങ്ങനെ ഒഴിയാൻ പറ്റുമോ? മനസ്സിൽ വടംവലിയായി. അനിയേട്ട, ഒരു പാട്ട് പാടുവോ? ഉഷയുടെ ദീനസ്വരം. പാവം പെണ്ണ്. പാവാടത്തുമ്പ് ഉയർത്തി കണ്ണിൽ തുടച്ചുകൊണ്ടാണ് അവൾ പോയത്. മീനുവേട്ടത്തി അർത്ഥം വെച്ച് തന്നെ നോക്കുകയും ചെയ്തു. ഉമയും പിണങ്ങിയാണ് പോയതെന്ന് തോന്നുന്നു. വിനയേട്ടൻ അവളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാവും. അനിക്കുട്ടാ, കുട്ടേട്ടൻ കുളി കഴിഞ്ഞ് വന്നു. ഊണ് കഴിക്കാൻ വരൂ. മീനുവേട്ടത്തി വിളിച്ചു. അവൻ പിടഞ്ഞെഴുന്നേറ്റു. കുട്ടേട്ടനും മീനുവേട്ടത്തിക്കും കൂടി ഒരു തവണ കൂടി അവൻ പരീക്ഷാ ഫീസ് അടച്ചു. തിരക്കിട്ട് പഠിക്കുന്നതിനിടയിലാണ് അഖില കേരള അടിസ്ഥാനത്തിലുള്ള നാടകരചനാ മത്സരത്തിൻ്റെ അറിയിപ്പ് കണ്ടത്. പഴയൊരു രചന തെറ്റുതിരുത്തി പുതുക്കി പകർത്തി അയച്ചു. പരീക്ഷയ്ക്ക് 3 നാളുള്ളപ്പോഴാണ് അത് പൂർത്തിയാക്കി രജിസ്റ്റേർഡായി അയച്ചത്. നാടകരചനയ്ക്ക് 1ാം സമ്മാനം ലഭിച്ചത് അറിയിച്ചുകൊണ്ട് ടെലഗ്രാം വന്നിട്ടും ആർക്കും സന്തോഷമുണ്ടായില്ല. കാരണം അതിനൊരു ദിവസം മുമ്പായിരുന്നു BAയുടെ പരീക്ഷാഫലം അറിഞ്ഞത്. അവൻ വിങ്ങി പൊട്ടിക്കരഞ്ഞു. വീണ്ടും തോറ്റതിലല്ല സങ്കടം. കുട്ടേട്ടൻ്റെ ദീനമുഖമാണ് അവനെ കരയിച്ചത്. പക്ഷേ വിനയേട്ടൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ ദുഃഖം പറന്നകന്നു. വീട്ടിലന്ന് ഉത്സവമായിരുന്നു. ഊണിന് മീനുവേട്ടത്തി അടപ്രഥമനുണ്ടാക്കി. എല്ലാവരും ഒരുമിച്ചിരുന്നുണ്ടു. വൈകുന്നേരം 4 പേരും ചേർന്ന് അമ്പലത്തിൽ പോയി. ദീപാരാധന കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ വീടിൻ്റെ ഇറയത്ത് അപരിചിതനായ ഒരു അതിഥി കാത്തിരിപ്പുണ്ടായിരുന്നു. വിനയനൊഴികെ മൂവരും വിസ്മയത്തിൽ അന്യോന്യം നോക്കി. വിനയൻ്റെ ചുണ്ടിൽ നിഗൂഢമായ ഒരു മന്ദസ്മിതം വിരിഞ്ഞു. അവനത് പാടുപെട്ട് കടിച്ചമർത്തി. മുറി തൂർന്ന് അകത്ത് കടന്നത് മീനുവേട്ടത്തി കസവ് നേരിയതഴിച്ച് അയയിലെറിഞ്ഞു. ചുട്ടിത്തോർത്തെടുത്ത് മാറിലിട്ടു. ഓട്ടുമൊന്തിയിൽ വെള്ളവുമായി തൊഴുത്തിലേക്ക് ഓടി. പശുവിനെ കറന്ന് അടുക്കളയിലെത്തുമ്പോൾ കുട്ടേട്ടൻ വന്ന് കാതിൽ സ്വകാര്യം ചൊല്ലി, അങ്ങ് പട്ടണത്തിൽ നിന്നാണ്. ഓട്ടുകമ്പനി, എസ്റ്റേറ്റും സ്വന്തം ആശുപത്രിയും ഒക്കെയുള്ള ഒരു തെയ്യുണ്ണിമേനോൻ്റെ ദൂതനാണത്രേ. എന്തേ? വിനുക്കുട്ടൻ ഒരാലോചനയുമായി വന്നതാണ്. മീനുവേട്ടത്തി അതിശയത്തോടെ മൂക്കിൽ വിരൽ വെച്ചു. ഇത്ര പിടിയുന്ന്? പരീക്ഷാഫലം ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ. കുട്ടിയല്ലേ അവൻ? ഒരു ജോലിയൊക്കെ ആയിട്ട്. വലിയ പിടിപാടുകളുള്ള ആളാണത്രേ അയാൾ. പറഞ്ഞ നേരം കൊണ്ട് ജോലി ശരിയാക്കി കൊടുക്കുമെന്ന്. പിന്നെ കല്യാണത്തിനൊന്നും ധൃതിയില്ലാത്രേ. ഒന്ന് പറഞ്ഞു വെക്കാൻ വന്നതാണ്, അത്രേ ഉള്ളൂ. എന്നാലും ഇത്ര പിടിയെന്നെങ്ങനെ കേട്ടറിഞ്ഞാവോ? അവൻ പട്ടണത്തിലല്ലേ പഠിച്ചത്. റാങ്കൊക്കെ കിട്ടുന്ന കുട്ടികളെ ആളുകൾ ശ്രദ്ധിക്കാതിരിക്കുമോ? പോരെങ്കിൽ പ്രായമായ പെൺകുട്ടികളുള്ള പണക്കാർ. പഠിക്കാൻ അതിസമർത്ഥനാണെങ്കിലും ധനശേഷി കുറഞ്ഞവനായതുകൊണ്ട് അവരുടെ അടിമയായി കഴിയുകയും ചെയ്തോളുമല്ലോ. അങ്ങനെ പഠിക്കാൻ സമർത്ഥരായ പാവപ്പെട്ട ആൺകുട്ടികളെ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദത്തെടുക്കുന്ന ചില പണക്കാരുണ്ട്. മീനുവേട്ടത്തിയുടെ മുഖം വാടി. അങ്ങനെ ദത്ത് നൽകാനൊന്നും നമുക്കിവിടെ കുട്ടികളില്ല എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഞാനത് അയാളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരു സംഗതി അറിയിച്ച് ഉടൻ നിഷേധിച്ചു എന്ന് വരണ്ടല്ലോ. വർത്തമാനം അത്രയും എത്തിയപ്പോഴേക്കും മീനുവേട്ടത്തി ചായ കൂട്ടിക്കഴിഞ്ഞിരുന്നു. അവരെ നനച്ചതും ഏത്തപ്പഴവും ഉപ്പേരിയും പാലിൻ്റെ നിറമുള്ള ചായയുമായി ഭർത്താവിന് വെമ്പെ മീനുവേട്ടത്തിയെ ഉമ്മറത്തെത്തി. മീനുവേട്ടത്തിയെ കണ്ടതും മെലിഞ്ഞു നീണ്ട മധ്യവയസ്കനായ അതിഥി ഭവ്യത നടിച്ച് എഴുന്നേറ്റ് നിന്ന് വെറ്റിലക്കറ പുരണ്ട പല്ലുകൾ പുറത്തു കാട്ടി ചിരിച്ചു. എൻ്റെ പേര് ഗോവിന്ദൻ നായർ. ഇവിടുത്തെ കുട്ടനൊരു നല്ല കാര്യവുമായി വന്നതാണ്. ചായ കുടിച്ചിട്ട് പറയാമല്ലോ. മീനുവേട്ടത്തി മന്ദഹസിച്ചു. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. സമയവും ഇത്രയായില്ലേ. ഇന്നിവിടെ നിന്ന് പട്ടണത്തിലേക്ക് വാഹനമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് രാത്രി ഇവിടെ തങ്ങി നാളെ തിരിക്കാം, കുട്ടേട്ടൻ അറിയിച്ചു. അത്താഴമാകുമ്പോഴേക്കും ഒരു ഗ്ലാസ് ചായ കുടിക്കണോണ്ട് ദോഷമൊന്നുമില്ലല്ലോ. പിന്നെ ഗോവിന്ദൻ നായർ തർക്കിച്ചില്ല. സസന്തോഷം ചായ ഗ്ലാസ് എടുത്തു. നിങ്ങൾ ചോദിക്കുന്ന എന്തും തരാമെന്നാണ് മേനോൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചായ ഒന്ന് മുത്തി ഗോവിന്ദൻ നായർ. മീനുവേട്ടത്തി വിനയൻ എവിടെ നിന്ന് നോക്കി. ഉമ്മറത്തോ വാതിലിലോ കാണാനില്ല. കള്ളൻ ഒളിച്ചിരിക്കും. അനിയൻ തെക്കിനിയുടെ വാതിലിൽ കാതോർത്ത് നിൽക്കുന്നുണ്ട്. 4 പെൺകുട്ടികൾ അദ്ദേഹത്തിനെ. ഒരാണും. മകനങ്ങ് അമേരിക്കയിൽ ഡോക്ടറാ. മൂത്ത മകളെ വിവാഹം ചെയ്തിരിക്കുന്നയാളും ഡോക്ടറാ. രണ്ടാമത്തെ മോളെ ഒരു എഞ്ചിനീയർ തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അയാൾ ഗൾഫിലാണ്.
മൂന്നാമത്തെ മോളുടെ ഭർത്താവ് ഒരു IAS-കാരനാണ്. ഒരു IAS-കാരനെ മരുമകനെ കിട്ടണമെന്ന് അദ്ദേഹത്തിന് വാശിയായിരുന്നു. അവർ പറഞ്ഞ സ്ത്രീധനമാണ് അദ്ദേഹം കൊടുത്തത്. ഈ കുട്ടി ഏറ്റവും ഇളയതാ. എന്താ കുട്ടിയുടെ പേര്? തങ്ങൾ എത്തിപ്പിടിക്കാനാവാത്ത വിധം ബന്ധമാണെന്നറിഞ്ഞ് ബുദ്ധി വിലക്കിയെങ്കിലും മീനുവേട്ടത്തിയുടെ സ്ത്രീസഹജമായ കൗതുകം നിയന്ത്രണം പൊട്ടിച്ചു. രേവതി. മീനുവേട്ടത്തിക്ക് നന്നേ ഇഷ്ടമായി. ഓമനത്തുള്ള പേര്. ആ സന്തോഷത്തിൽ മീനുവേട്ടത്തി കുട്ടേട്ടനെ നോക്കി. ഇവിടുത്തെ കുട്ടിനെപ്പറ്റി മേനോനദ്യം കേട്ടിട്ടുണ്ട്. രേവക്കുട്ടി കണ്ടിട്ടുമുണ്ടത്രേ. അതാണ് ഇങ്ങോട്ട് വന്ന് ആലോചിക്കാൻ കാര്യം. കുട്ടേട്ടൻ അത്ഭുതഭാവത്തിൽ മീനുവേട്ടത്തിയെ നോക്കി. അപ്പോൾ അതാണ് സംഗതി. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ വിനയനുമുണ്ടോ ഒരു കളി? തെക്കിനി വാതിൽക്കൽ നിന്നിരുന്ന അനിയൻ ഉടനകത്തേക്ക് വലിഞ്ഞു. അവൻ പതുങ്ങി പതുങ്ങി വിനയൻ്റെ മുറിയിലെത്തി. വിനയൻ കിടക്കയിൽ വെറുതെ കണ്ണും നട്ട് കിടക്കുകയായിരുന്നു. അനിയൻ ഏട്ടൻ്റെ അരികിലിരുന്നു. കൊള്ളാലോ ആള്. അപ്പോൾ എല്ലാം തീരുമാനിച്ച് വെച്ചിട്ടാണ് ഹംസത്തെ അയച്ചിരിക്കുന്നതല്ലേ? എന്ത് തീരുമാനിച്ചു വെച്ചിട്ട്? ഒന്നും അറിയാത്ത ഭാവം വിനയന്. ഓടിയൻ്റെ അടുത്താണോ മോനെ മായം അറിയണത്? ഒരു നല്ല കുട്ടി. കണ്ണടച്ചല്ലേ പാല് കുടിക്കുന്നത്. ചുമ്മാതല്ല ആ ഉമ്മപ്പെണ്ണിനെ ഇട്ട് കുരങ്ങ് കളിപ്പിച്ചത്. എന്നാലും പേര് കൊള്ളാട്ടോ, രേവ. ഭാവിയിൽ രേവ വിനയചന്ദ്രൻ നാക്കാം. രേവയോ? ആരാ അത്? അയ്യോ, അറിയില്ല അല്ലേ? നിനക്കെന്താ ചെക്ക, ഭ്രാന്ത് പിടിച്ചോ? അനിയൻ വിസ്മയത്തിൽ ഏട്ടനെ നോക്കി. അപ്പോൾ ഇഷ്ടനറിയാതെയാണോ അവർ ഈ പരിപാടിയൊക്കെ നടത്തിയത്? ആരാടാ? അപ്പോഴും വിനയൻ അത്ഭുതഭാവം. അനിയൻ തോറ്റു. എന്നാലേ അവൻ വിശദീകരിച്ചു. വിനയേട്ടനെ ഒരു പണക്കാരി പെണ്ണ് കയറി നോട്ടമിട്ടിരിക്കുന്നു. എന്നിട്ട് അവളുടെ തന്തയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തന്ത അയച്ച ദൂതന ഉമ്മർത്ത് കുട്ടേട്ടനോട് സംസാരിക്കണ കിഴവൻ. ആവോ, എനിക്കറിയില്ല. വിനയൻ കോട്ടുവായിട്ടു. തന്ത്രപൂർവ്വം വിഷയത്തിൽ നിന്നും തെന്നി മാറുകയായി. ഇതൊരു കള്ളക്കളിയല്ലേ എന്ന് അനിയന് സംശയം തോന്നാതിരുന്നില്ല. ഏതായാലും പുളിങ്കൊമ്പ മുറുകെ പിടിച്ചോണം. അനിയനും വിനയൻ്റെ ഒപ്പം കിടക്കയിലേക്ക് വീണു. മെല്ലെ ഏട്ടനെ കെട്ടിപ്പിടിച്ചു. 3 വയസ്സിൻ്റെ മാത്രം അകലമുള്ള സഹോദരന്മാർ. ഉറ്റ കൂട്ടുകാരായിരുന്നു അവർ. പോടാ ഒന്ന്. വിനയൻ തിരിഞ്ഞു കിടന്നു. എന്തൊരു വിയർപ്പ് മണം. വെടിമരുന്നിൻ്റെ നാറ്റമാണ്. ഇത് തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. അനിയൻ ചീറി. ഞാൻ വൈകുന്നേരവും കുളിച്ചതാ. നല്ല ഒന്നാന്തരം ചന്ദന സോപ്പ് തേച്ച്. പിന്നെ ചന്ദന സോപ്പ് 2 നേരമല്ല 4 നേരം നീ കുളിക്കണത്. ഏട്ടത്തിയമ്മയെ പേടിച്ചല്ലേ ഒരു നേരമെങ്കിലും തല മാത്രം കഴുകിയൊന്ന് ഡ്രൈ വാഷ് ചെയ്യണത്. എനിക്കതൊക്കെ പറ്റൂ. പോയി കേസ് കൊടു. അനിയനും തിരിഞ്ഞു കിടന്നു. വലിയ പണക്കാരി പെണ്ണുങ്ങളുടെ യൂഡിക്കോളോൺ വാസന വന്നപ്പം ബാക്കിയുള്ളവർക്ക് വെടിമരുന്ന് നാറ്റായി. എൻ്റെ ചക്കര അനിയൻകുട്ടനല്ലേ ഏട്ടന് കുളിക്കാൻ 4 ബക്കറ്റ് വെള്ളം കോരിയിടെന്നും പറഞ്ഞ് മണിയടിച്ച് വന്നേക്ക് കാണിച്ചു തരാം. അവൻ പിറുപിറുത്തു. വിനയൻ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സിൽ സൗന്ദര്യമയൂരം പീലി നിർത്തുകയായിരുന്നു. എല്ലാം എത്ര ആകസ്മികമായിരുന്നു. തുടക്കം ഇൻ്റർ കോളേജിയേറ്റ് മത്സരം. പ്രിയ സ്നേഹിതൻ രഘുരാജായിരുന്നു നിമിത്തം. അവൻ്റെ അനുജത്തി അനിലയുടെ ഭരതനാട്യം കാണാനാണ് പോയത്. അനിലയെ പരിചയപ്പെടുത്തുകയും ചെയ്തു. രഘുരാജന് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടായിരുന്നോ? അനില ഒരു നല്ല സുഹൃത്തായിരുന്നു. സ്നേഹിതൻ്റെ അനുജത്തിയെ സ്വന്തം അനുജത്തിയെ കാണാനാണ് ശ്രമിച്ചത്. അവളാണ് രേവയെ കാണിച്ചു തന്നത്. ഭരതനാട്യത്തിൽ രേവ 1ാമതും അനില 2ാമതുമായിരുന്നു. അടുത്ത മാസം ടൗൺ ഹാളിൽ എൻ്റെ പ്രോഗ്രാമുണ്ട്, വരണം. വെറും ഒരു ഫോർമാലിറ്റിക്കാവും അന്ന് രേവ ക്ഷണിച്ചത്. തീയതിയും അറിയിച്ചു. പോകാൻ ഉത്സാഹം രഘുരാജിനായിരുന്നു. അവന് തുണ പോയതാണ്. വീണ്ടും വീണ്ടും കണ്ട മുഖപരിചയം വെച്ചുകൊണ്ടാവണം വിമൻസ് കോളേജിലേക്ക് സ്വന്തം കാറിൽ സ്വയം ഡ്രൈവ് ചെയ്തു പോവാറുള്ള രേവ ഒരിക്കൽ ടൗണിലേക്ക് ഒരു ലിഫ്റ്റ് തന്നത്. അത് എവിടെ കൊണ്ടെത്തിച്ചു? അന്യോന്യം അറിഞ്ഞപ്പോൾ ആദരവായി, ഇഷ്ടമായി, സ്നേഹമായി. ഒടുവിൽ രേവ അച്ഛനെ കൊണ്ട് ദൂതനെ അയപ്പിച്ചിരിക്കുന്നു. വിധി നൽകിയ ബന്ധമാണ്. രഘുരാജിനാവും നറുക്കു വീഴുകയെന്നാണ് കരുതിയത്. അനിലയുമായുള്ള ചങ്ങാത്തം, സാമ്പത്തിക നില, പിന്നെ അവൻ്റെ ഉയർന്ന സാമ്പത്തിക നില. ഇഷ്ടമായിരുന്നിട്ടും പലവട്ടം ഒഴിഞ്ഞു മാറി. സ്വന്തം നില ഓർമ്മയുള്ളതുകൊണ്ട് രേവ വിട്ടില്ല. എൻ്റെ ഇഷ്ടമാണ് എൻ്റെ അച്ഛൻ്റെയും ഇഷ്ടം. സ്വന്തം സാഹചര്യം വിശദീകരിച്ചപ്പോഴാണ് രേവ അത് പറഞ്ഞത്. ഞാനൊരു തനി ഗ്രാമീണൻ, അച്ഛനോ അമ്മയോ ഇല്ലാത്തവൻ. ഏട്ടനാണ് എൻ്റെ സർവവും, കാണപ്പെട്ട ദൈവവും. അദ്ദേഹമാണെങ്കിൽ ഒരു നാടൻ കൃഷിക്കാരനും. സ്നേഹരൂപം പൂണ്ട ഒരു ഏട്ടത്തിയമ്മയുമുണ്ട്. വികൃതിയായ ഒരു അനിയനും. പിന്നെ ആനന്ദത്തിൻ്റെ അവസാനമായ ഒരു പഴയ കൊച്ചു വീടും. എങ്കിലും രേവയുടെ നില വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നുമല്ല. എൻ്റെ ധനം എനിക്ക് ലഭിച്ച വിദ്യാഭ്യാസം മാത്രമാണ്. എനിക്ക് വിനുവിൻ്റെ സ്നേഹം മാത്രം മതി. പ്രേമവേശിയായ ഏത് പെൺകുട്ടിയും പറയുന്ന പതിവ് വാചകമാണ് അവൾ ഉരുവിട്ടത്. ഒട്ടും വിശ്വാസം തോന്നിയില്ല. ഇപ്പോഴിതാ പെണ്ണ് പണി പറ്റിച്ചിരിക്കുന്നു. വിനയൻ്റെ മനസ്സിൽ രേവയ്ക്ക് പരിവേഷമുണ്ടായി. യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് സ്നേഹം പക്വമായത്. രേവ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചതാവും. ഇനി ആരെതിർത്താലും പിന്തിരിയാൻ ഒരുക്കമല്ല.
ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് അവൾ ഇത്രയും ധീരത കാട്ടി. ഇനി തൻ്റെ ഊഴമാണ്. ഊണുമുറിയിൽ കണ്ടുമുട്ടിയപ്പോഴും ഗോവിന്ദൻ നായർ വിനയനോട് പരിചയം കാട്ടിയില്ല. അവന് ആദരവ് തോന്നി. തൻ്റെ അടുത്ത് നിന്നാണ് ഇയാൾ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അഭിനയത്തിന് കിഴവന് അവാർഡ് നൽകണം. രാവിലെ കുട്ടേട്ടനാണ് അയാളെ പാടം കടത്തി അമ്പലപ്പടിയിൽ കൊണ്ടുചെന്ന് ബസ് കയറ്റി വിട്ടത്. കുട്ടേട്ടൻ പാടത്തേക്കും മീനുവേട്ടത്തി അടുക്കളയിലേക്ക് ഒഴിഞ്ഞപ്പോൾ വിനയൻ പതുക്കെ അനിയൻ്റെ അടുത്ത് സേവയ്ക്കെത്തി. കുട്ടേട്ടൻ എന്താണ് അയാളോട് മറുപടി പറഞ്ഞ് അയച്ചതെന്ന് അറിയോ അനിയ? ആരോട്? അനിയൻ കണ്ണടിച്ച് ഇരുട്ടാക്കി. ഗോവിന്ദൻ നായരോട്. പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു. കണ്ണിൽ അത്ഭുതവും കുസൃതിയും. അയാളുടെ പേര് ഗോവിന്ദൻ നായരാണെന്ന് വിനയേട്ടൻ എങ്ങനെ അറിഞ്ഞു? വിനയനൊന്ന് ചമ്മി. അനിയൻ മനസ്സിലാക്കും മുമ്പ് അത് ഒളിച്ചു. അയാൾ ഇന്നലെ ഒരു 100 വട്ടമെങ്കിലും സ്വന്തം പേരും നാളും കുട്ടേട്ടൻ്റെ അടുത്ത് വിസ്തരിച്ചിട്ടുണ്ടാവണം. രണ്ടും കൽപ്പിച്ച് അടിച്ചതാണ്. വിനയൻ അത് ഏറ്റു. അവൻ പുഞ്ചിരിച്ചു. ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു വിട്ടത്രേ. മീനുവേട്ടത്തി പറഞ്ഞതാണ്. ആരോടാപ്പ ആലോചിക്കാൻ? വിനയൻ വെറുതെ എന്നോണം തിരക്കി. വിനയനോട് ആലോചിക്കുന്ന കാര്യമാവും ഉദ്ദേശിച്ചത്, അല്ലാതെ കുട്ടേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം മറുപടി പറയേണ്ട വിഷയമല്ലല്ലോ ഇത്. വിനയേട്ടന് ഇഷ്ടമാണെങ്കിൽ ഒരു ജോലി തരപ്പെടാതെ എനിക്കിപ്പോഴൊന്നും വേണ്ട. വിനയനൊരു ഭംഗി പറഞ്ഞതാണ്. അത് കേട്ടുകൊണ്ടാണ് അടുക്കളയിൽ നിന്ന് മീനുവേട്ടത്തി വന്നത്. നനഞ്ഞ കൈ മുണ്ടിൻ തുമ്പിൽ തുടച്ച് ചുണ്ടിലൊരു കള്ള ചിരിയുമായി മീനുവേട്ടത്തി തൊടുത്തു. കുട്ടി നല്ല സുന്ദരിയാണത്രേ. ആരാ പറഞ്ഞത്? വിനയൻ തിരക്കി. ഗോവിന്ദൻ നായർ. അയാൾ പിന്നെ അതല്ലേ പറയൂ. അയാൾ അവരുടെ ആളല്ലേ. ഏതായാലും വിനക്കുട്ടൻ്റെ ഇഷ്ടം നോക്കാതെ ഏട്ടനൊന്നും ചെയ്യില്ല. അതോർത്ത് കുട്ടി മനസ്സ് പിടിപ്പിക്കണ്ട. മീനുവേട്ടത്തി സമാധാനിപ്പിച്ചു. വിനയനുള്ളിൽ ചിരി പൊട്ടി. തനിക്ക് ഇഷ്ടമില്ലെന്നാവും പാവം മീനുവേട്ടത്തി ധരിച്ചിരിക്കുന്നത്. വീണ്ടും അവൻ ഭംഗി പറഞ്ഞു. എൻ്റെ ഇഷ്ടമൊന്നും നോക്കണ്ട. എൻ്റെ ഏട്ടനും ഏട്ടത്തെയും തീരുമാനിക്കുന്നതിനപ്പുറം എനിക്കൊരിഷ്ടമില്ലെന്ന് അറിഞ്ഞൂടെ? അവനൊരു ഈറൻ ചിരി നുണഞ്ഞിറക്കി. എന്നാൽ മോൻ പേടിക്കണ്ട. കേട്ടറിഞ്ഞിടത്തോളം ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. ഏതെങ്കിലും പണക്കാർക്ക് ദത്ത് നൽകാൻ ഇവിടെ കുട്ടികളില്ല. കൊക്കിൽ കൊള്ളാത്തത് കൊത്തണ്ടെന്ന് കുട്ടേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. വിനയൻ തളർന്നുപോയി. സർവ്വ ഊർജവും ഊർന്നു വീണ് ശ്വാസം നിലച്ചു. അവൻ ഭീതിയോടെ മീനുവേട്ടത്തിയെ നോക്കി. അപ്പോൾ ഇഷ്ടമില്ലെന്ന് പറഞ്ഞതാണോ കുട്ടേട്ടൻ അയാളെ മടക്കി അയച്ചത്? വിനയൻ്റെ സ്വരം വിറച്ചു തുളുമ്പി. മുഖം അങ്ങേയറ്റം ദയനീയമായി. മീനുവേട്ടത്തി ചിരിച്ചുപോയി. നല്ല തമാശ. ഇഷ്ടമല്ലെങ്കിൽ പോലും ഒരാലോചനയുമായി വരുന്നവരോട് കണ്ണടച്ച് ഇഷ്ടമില്ലെന്ന് ആരെങ്കിലും പറയുമോ? ആലോചിച്ചറിയിക്കാമെന്ന് പറഞ്ഞു. അയാൾ സന്തോഷമായി തന്നെ പോയിരിക്കുന്നത്. വിനയൻ ഏതായാലും ജീവൻ തിരിച്ചു കിട്ടി. ഏതായാലും ഏട്ടൻ നിന്നോട് ചോദിക്കാനിരിക്കുക. എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞോണം. മീനുവേട്ടത്തി ചൂലെടുത്ത് മുറ്റടിച്ചു വരാൻ തുടങ്ങി. അത്താഴ സമയത്ത് കുട്ടേട്ടൻ വിഷയം അവതരിപ്പിച്ചു. എന്ത് മറുപടി പറയണമെന്നറിയാതെ വിനയൻ കുഴങ്ങി. തമാശയ്ക്കായിപ്പോലും ജോലിയാവട്ടെ എന്നൊരു കഴിവ് പ്രകടിപ്പിക്കുന്നത് അപകടമാവും. തനിക്കിഷ്ടമില്ലെന്ന് കരുതി കുട്ടേട്ടൻ അവരെ മടക്കിയെന്ന് വരും. കേട്ടറിഞ്ഞിടത്തോളം ഏട്ടനും ഏടത്തിക്കും ഇഷ്ടപ്പെട്ടില്ലെന്നല്ല പറഞ്ഞതും. എന്നാൽ തനിക്കിഷ്ടമാണെന്ന് പറയാനും വയ്യ. ജീവനും ജീവിതവും കുട്ടേട്ടനും മീനുവേട്ടത്തിക്കും കടപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രധാന രംഗമാണ് വിവാഹം. ഇക്കാര്യം ഏട്ടൻ്റെയും ഏട്ടത്തിയമ്മയുടെയും ഇഷ്ടത്തിന് മറ്റെന്തെങ്കിലും പ്രാധാന്യം കൽപ്പിക്കേണ്ട കടമയുണ്ട്. അങ്ങനെ ചെയ്തില്ലെന്ന് തോന്നിപ്പിക്കുന്നത് പാപമാണ് താനും. മുൻകൂട്ടി കണ്ടിഷ്ടപ്പെട്ട ശേഷം ഏട്ടനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നിയാൽ എത്ര ഹൃദയവാനാണ് എന്നാലും ആ മനസ്സിൽ പരിഭവത്തിൻ്റെ ഒരു കരട് വീഴാതിരിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ തനിക്കത് താങ്ങാനാവുമോ? രേവയെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നില്ല, അവൾ ബലമായി അടുക്കുകയായിരുന്നല്ലോ. അങ്ങനൊരു വിധി നടന്നില്ലായിരുന്നെങ്കിൽ തൻ്റെ വധുവിനെ തിരഞ്ഞെടുക്കുക പൂർണ്ണമായും കുട്ടേട്ടൻ്റെയും മീനുവേട്ടത്തിയുടെയും മാത്രം ഇഷ്ടപ്രകാരമാവുമായിരുന്നു. കുട്ടേട്ടൻ അനിഷ്ടം പ്രകടിപ്പിച്ചാൽ അത് സങ്കല്പിക്കാനേ ഭയമാണ്. എങ്കിലും അങ്ങനെ കൂടി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കുട്ടേട്ടൻ എതിർത്താൽ തനിക്ക് രേവയെ ഉപേക്ഷിക്കാനാവുമോ? അവന് തല ചുറ്റുന്നത് പോലെ തോന്നി. ബുദ്ധി മന്ദിക്കുന്നത് പോലെ. രേവയെ എനിക്ക് പരിചയമുണ്ട്. അവളെ എനിക്കിഷ്ടമാണ്. ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് അവളുടെ അച്ഛൻ ആളെ അയച്ചത് എന്നങ്ങ് തുറന്നു പറഞ്ഞാൽ കുട്ടേട്ടന് പിന്നെ നിരസിക്കാൻ കഴിയില്ല. കൂടപ്പിറപ്പുകളുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി കഴിക്കാൻ തയ്യാറുള്ളവനാണ് കുട്ടേട്ടൻ. അതാണ് സങ്കടവും. അങ്ങനെയുള്ള കുട്ടേട്ടനോട് ഞാനൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞങ്ങളുടെ വിവാഹം നടത്തി തരൂ എന്നാവശ്യപ്പെടാനും ശക്തിയില്ല. എല്ലാം കുട്ടേട്ടൻ്റെ ഇഷ്ടം. അവന് പറയാൻ കഴിഞ്ഞത് അത്രമാത്രമാണ്. എനിക്കൊന്നേ അറിയേണ്ടു, നീ ഇപ്പോൾ വിവാഹത്തിന് സന്നദ്ധനാണോ? ഇതെന്നല്ല, ഏതെങ്കിലും വിവാഹത്തിന്. അതോ ജോലി കിട്ടിയിട്ട് മതിയെന്നാണോ? വിനയൻ വീണ്ടും കുഴങ്ങി. ഇപ്പോൾ തന്നെ ജോലിക്കാരൻ രേവയുടെ അച്ഛൻ ഏറ്റിരിക്കുന്ന വിവരവും പറയാൻ വയ്യ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റിൻ്റെ ആലോചന ഇപ്പോൾ തന്നെ അവൾക്കുണ്ട്.
അത് നിരസിക്കണമെങ്കിൽ തങ്ങളുടെ വാക്ക് ലഭിച്ചിരിക്കണം. അതാണ് രേവയുടെ അച്ഛൻ്റെ തിടുക്കം. മകളെ ജോലിക്ക് അയക്കാനൊന്നും അദ്ദേഹത്തിന് ഉദ്ദേശമില്ല. രേവ പഠിക്കാൻ മിടുക്കിയുമല്ല. പഠനം തീരെ മുമ്പേ വിവാഹം തീരുമാനിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. ഇതൊന്നും ഇപ്പോൾ കുട്ടേട്ടനോട് പറയാൻ പറ്റില്ലല്ലോ. ഒരു നുണുങ്ങ് തെറ്റിദ്ധാരണ കുട്ടേട്ടനുണ്ടായാൽ മതി. അത് മരണസങ്കടമാവും തനിക്കുളവാക്കുക. ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്ന് പറഞ്ഞു പോയാൽ അക്കാരണത്താൽ കുട്ടേട്ടൻ ഈ ആലോചന തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കാനും മതി. മക്കളുടെ എന്തിഷ്ടവും സാധിച്ചു തരുന്ന ആളാണെങ്കിലും അച്ഛൻ വലിയ അപമാനിയും മുൻകോപിയുമാണെന്നാണ് രേവ പറഞ്ഞിരിക്കുന്നത്. ആ നിലയ്ക്ക് ഇത്രയൊക്കെ താല്പര്യം കാണിച്ചിട്ടും ഇവിടെ നിന്നൊരു ഉപേക്ഷ സംഭവിച്ചാൽ എന്ത് കടുത്ത തീരുമാനമെടുക്കാനും അദ്ദേഹം മടിച്ചെന്ന് വരില്ല. തകരുന്നത് ഒരു സ്വപ്നമാണ്. അകലുന്നത് സ്നേഹവുമായി പിറകെ വന്ന ഓമൽ ഹൃദയമാണ്. അതേപ്പറ്റി ഇനി സങ്കല്പിക്കാൻ പോലും പ്രയാസം. എല്ലാം കുട്ടേട്ടൻ്റെ ഇഷ്ടം. വീണ്ടും അവന് ഒരേ മറുപടിയേ ഉണ്ടായുള്ളൂ. കുട്ടേട്ടൻ മീനുവേട്ടത്തിയെ നോക്കി മന്ദഹസിച്ചു. അതിനർത്ഥം അവന് ഇഷ്ടമാണെന്നാണ്. മീനുവേട്ടത്തിയുടെ കണ്ണിലും ചുണ്ടിലും കുസൃതി. വിനയൻ മുഖം താഴ്ത്തിയിരുന്ന തിടുക്കത്തിൽ കഞ്ഞി കോരി കുടിക്കുകയായിരുന്നു. അനിയൻ്റെ കുരുട്ട് കൈ മേശയ്ക്കടിയിലൂടെ നീണ്ടു ചെന്നു. അവൻ വിനയൻ്റെ തുടയിൽ ഒരു നുള്ളു കൊടുത്തു. വിനയൻ നടുങ്ങിപ്പോയി. കുരങ്ങൻ. വന്ന ദേഷ്യത്തിന് അവൻ അനിയൻ്റെ ചെവി പിടിച്ച് തിരുമ്മി. വിനയൻ ഒഴികെ എല്ലാവരും ചിരിച്ചു. നീളുന്ന ചിരി. കഞ്ഞിയുടെ ചൂടും മനസ്സിൻ്റെ ചൂടും. വിനയൻ്റെ മുഖവും നെഞ്ചും വിയർത്തൊഴുകി. പക്ഷേ ഒരു ജോലിയാകും മുമ്പേ കല്യാണം നടത്തുന്നത് മോശമാവില്ലേ മോനെ? കുട്ടേട്ടൻ ആരാഞ്ഞു. വിനയന് മറുപടി ഇല്ലാതായി. അവർ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മീനുവേട്ടത്തി വിനയൻ്റെ സഹായത്തിനെത്തി. അതൊരു രണ്ടാം തരമല്ലേ മീനു? റാങ്ക് വാങ്ങി ജയിച്ചവന് എന്തിനാ അപ്പോൾ വല്ലോരുടെ ഔദാര്യ ശുപാർശയെ? ഇനി ആ ഔദാര്യം വാങ്ങിയാൽ തന്നെ അതിൻ്റെ പേരിൽ അവരോടൊരു കടപ്പാട് സൂക്ഷിക്കേണ്ടി വരില്ലേ? അതൊന്നുമില്ല. വിനയൻ പിറുപിറുത്തു. കുട്ടേട്ടൻ അത് കേട്ടു. അദ്ദേഹം അത്ഭുതത്തോടെ അവനെ നോക്കി. പിന്നെ മീനുവേട്ടത്തിയും വിനയനെ വിസ്മയഭാവത്തിൽ നോക്കി നിൽക്കുകയായിരുന്നു. ജോലി കിട്ടിയിട്ട് മതി കല്യാണമെന്ന് അവരെക്കൊണ്ട് സമ്മതിപ്പിച്ചാൽ പ്രശ്നം തീർന്നല്ലോ. വിനയനെ വിശദീകരിക്കേണ്ടി വന്നു. അതിനവർ സമ്മതിക്കുമെന്ന് എന്താ ഉറപ്പ്? സമ്മതിക്കും. അവന് ഉറപ്പുണ്ടായിരുന്നു. കുട്ടേട്ടൻ ഒന്ന് നടുങ്ങി. വിനയനെ ഉറ്റുനോക്കി. എന്നവർ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? വിനയൻ വിളറിപ്പോയി. എന്നല്ല, അവൻ വിക്കി. ഉടൻ ഉത്തരം കണ്ടെത്തി. ഇങ്ങോട്ട് വന്ന ആലോചനയല്ലേ? നല്ല താല്പര്യമുണ്ടായിട്ടാവുമല്ലോ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്. ആ സ്ഥിതിക്ക് അവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാനും സാധ്യതയില്ലേ? വിനയൻ്റെ യുക്തി കുട്ടേട്ടന് ബോധിച്ചു. ശരി, പക്ഷെ പെൺകുട്ടിയെ ഒന്ന് കാണണ്ടേ? അതല്ലേ പ്രധാനം. എന്നിട്ടല്ലേ എന്തും തീരുമാനിക്കാവൂ. ഏട്ടനും ഏട്ടത്തിയമ്മയും പോയി കണ്ടാൽ മതി. അത് പോരാ. നിൻ്റെ ഇഷ്ടമാണ് മുഖ്യം. അല്ല, ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും ഇഷ്ടമായാൽ എനിക്കും ഇഷ്ടമാവും. അവൻ്റെ സ്വരം ഇടറി. കുട്ടേട്ടൻ അഭിമാനപൂർവ്വം അവനെ നോക്കി. മീനുവേട്ടത്തിയുടെ കണ്ണ് നനഞ്ഞിരുന്നു. അവർ മാറിലെ തോർത്തിൻ്റെ തുമ്പുകൊണ്ട് മിഴി തുടച്ച് മുഖം താഴ്ത്തി. വിനയൻ കഞ്ഞി കുടിച്ച് തീർന്ന് എഴുന്നേറ്റു. കഴുകി പുറത്തേക്ക് പോയി. എന്താ വിനുക്കുട്ടന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണത്? മീനുവേട്ടത്തി പറഞ്ഞു. അതുകൊണ്ടിനി മറ്റൊന്നും നോക്കാനില്ല. വേണ്ടത് ചെയ്യാം. അതാ എൻ്റെയും തീരുമാനം. കുട്ടേട്ടൻ സമ്മതിച്ചു. പക്ഷെ പെൺകുട്ടിയെ കാണാതെ, അവളുടെ കുടുംബാംഗങ്ങളെ കാണാതെ, ഒന്നും നേരിട്ടറിയാതെ ഏതോ ഒരാളുടെ ആലോചന കൊണ്ടുവന്നപടി അവനെങ്ങനെ ഇഷ്ടപ്പെട്ടെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതായിരുന്നു അനിയൻ്റെയും സംശയം. പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട ശേഷം സ്വന്തം താല്പര്യപ്രകാരം വിനയേട്ടനൊരു ദൂതനെ ഏർപ്പെടുത്തിയതല്ലേ എന്ന് പോലും അവൻ സംശയിച്ചു. സഹോദരങ്ങളെക്കാൾ ഉറ്റ കൂട്ടുകാരായിരുന്നു. അന്യോന്യം ഒന്നും ഒളിക്കാറില്ല. എന്നിട്ടും വിനയേട്ടൻ ഇങ്ങനൊരു കാര്യം തന്നിൽ നിന്ന് പോലും ഒളിച്ചു പിടിച്ചെന്നോ? അപ്പോൾ താനോ? അവൻ സ്വന്തം മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കി. താനും മോഹങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? എന്നിട്ട് ആരെങ്കിലും ആ ചിന്ത പങ്കുവെച്ചോ? അതുപോലൊരു മധുരസങ്കല്പം വിനയേട്ടൻ്റെ മനസ്സിലും ഉണ്ടായിക്കൂടെ? അതോ ഗോവിന്ദൻ നായർ അവരുടെ പ്രൗഢികളെക്കുറിച്ച് വർണ്ണിക്കുന്നത് കേട്ട് വിനയേട്ടനെങ്ങാനും ഭ്രമിച്ച് വശായതാണോ? എങ്കിൽ അതത്ര നന്നായിരിക്കില്ല. എന്തുകൊണ്ട്? എല്ലാവരും തന്നെപ്പോലെ കീറ തലയിണകളെ സ്നേഹിക്കുന്നവരാവണമെന്നുണ്ടോ? അവൻ്റെ മനസ്സിൽ ഗംഗയുടെ ദീനമായ മുഖമെത്തി. പാവം പെൺകുട്ടി. സ്വപ്നങ്ങൾക്കൊന്നും ആ മനസ്സിൽ ഇടമില്ലെന്ന് തോന്നുന്നു. ആ കണ്ണുകളിൽ സദാ വിഷാദമാണ്. നിന്നെ എനിക്കിഷ്ടമാണ്, നിനക്ക് ഞാനൊരു ജീവിതം തരും എന്ന് പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാൻ പലപ്പോഴും മോഹിച്ചിട്ടുണ്ട്. പക്ഷേ ധൈര്യമില്ല. സ്വയം നിലനിൽപ്പില്ലാത്തവന് മറ്റൊരാളെ താങ്ങാൻ കഴിയുന്നത് എങ്ങനെ? അവൻ സ്വന്തം മുറിയിലിരുന്ന് ഹാർമോണിയത്തിൻ്റെ കട്ടകളിലൂടെ വിരലോടിച്ചു. തീരെ പഴയ പെട്ടിയാണ്. മോഹം കൊണ്ട് മേടിച്ചത്. പിന്നെ പഴയൊരു സെറ്റ് തബലയുമുണ്ട്. ഒരു ഓടക്കുഴലുമുണ്ട്. കുറേ ജീർണിച്ച പുസ്തകങ്ങളുമുണ്ട്. ഇതൊക്കെയാണ് സമ്പാദ്യം. നിനക്ക് ഭ്രാന്തല്ലേ അനിയ?
എങ്ങനെയെങ്കിലും ഈ പരീക്ഷയൊന്ന് എഴുതിയെടുക്കേണ്ടതിന് പകരം അല്ലെങ്കിൽ വല്ല ടെസ്റ്റുകളും എഴുതി ഒരു ഗുമസ്തനെങ്കിലും ആകാൻ നോക്കിക്കൂടെ? ഹാർമോണിയത്തിൻ്റെ കട്ടകളിൽ ഉരസി വിരൽത്തുമ്പ് ദ്രവിപ്പിക്കുന്നതിൽ ഭേദം നിനക്ക് ടൈപ്പ് പഠിച്ചുകൂടെ? വല്ല ടെസ്റ്റുകൾക്കെങ്കിലും പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഉള്ളിൽ മറുപടി വിതുമ്പും. ജീവിക്കുന്നെങ്കിൽ ഒരു കലാകാരനായേ ജീവിക്കൂ. മരിക്കുമ്പോഴും ഞാൻ അങ്ങനെ ആയിരിക്കും. പക്ഷേ പുറത്ത് പറഞ്ഞിട്ടില്ല, ആളുകൾ ആക്ഷേപിച്ചേക്കും. കായിക താരമായാൽ പിന്നെയും രക്ഷപ്പെടാം. കലാകാരന് കാലിച്ചാക്കിൻ്റെ വില പോലുമില്ല. ഒരു കലാകാരൻ്റെ ആത്മനിന്ദയായിരുന്നു. വിനയേട്ടൻ്റെ വിവാഹം നടന്നാൽ രവിയേട്ടത്തിയുടെ മുന്നിൽ തൻ്റെ നില പരിതാപകരമായിരിക്കും. കാൽക്കാശിന് വിലയില്ലാത്തവൻ, ഏട്ടന്മാരുടെ ചെലവിൽ ജീവിക്കുന്നവൻ, ധനികനും പട്ടണ പരിഷ്കാരിയുമായ അവർക്ക് വെറുപ്പ് തോന്നിയേക്കാം. മീനുവേട്ടത്തി അമ്മയായിരുന്നു. വീട് സ്വർഗവും. ഇത്ര സന്തോഷവും സ്വരുമിപ്പുമുള്ളൊരു കുടുംബം വേറെങ്ങും ഉണ്ടാവില്ല. എല്ലാം മീനുവിൻ്റെ മനസ്ഥിതിയുടെ മഹിമയാണ്. അയൽക്കാരും ദേശക്കാരും ഒരേ സ്വരത്തിൽ പറയാറുണ്ട്. പലർക്കും തങ്ങളോട് അസൂയയാണ്. രേവയേടത്തി ഏതു തരക്കാരിയായിരിക്കുമോ? മീനുവേട്ടത്തിയുടെ നിർദ്ദേശപ്രകാരം കണിയാരെ കണ്ട് നല്ലൊരു ദിവസം നോക്കിച്ചാണ് കുട്ടേട്ടൻ തെയ്യുണ്ണിമേനോനെ കാണാൻ പുറപ്പെട്ടത്. കൂടെ അയൽക്കാരനായ അച്ചുമ്മാനെയും കൊണ്ടുപോകാനായിരുന്നു തീരുമാനിച്ചത്. ഏതാപത്തിലും സഹായഹസ്തം നീട്ടി എത്തുന്നയാളായിരുന്നു അച്ചുമ്മാൻ. വീട്ടിലെല്ലാവർക്കും അച്ഛൻ്റെയും അമ്മാമ്മൻ്റെയോ സ്നേഹവും വാത്സല്യവും പകരുന്നയാൾ. എന്നാൽ വിനയനത് ഇഷ്ടമായില്ല. ഒരിക്കലും ഷർട്ട് ധരിക്കാത്ത ആളായിരുന്നു അച്ചുമ്മാൻ. ഒറ്റമുണ്ടിനിടയിലൂടെ കോണകത്തിൻ്റെ രൂപരേഖ കാണും. ദൂരയാത്ര വേണ്ടി വന്നാൽ വെളുത്തേടനലക്കിയ രണ്ടാം മുണ്ട് തോളിലുണ്ടാകും. അതത്രേ അച്ചുമ്മാൻ്റെ കൂടിയ ആഡംബരം. ഏതു നേരവും വായിൽ മുറുക്കാനും ഉണ്ടാവും. മുഖം നിറയെ പുഞ്ചിരിയും. ഉള്ളിലാണെങ്കിൽ തേനൊലിക്കുന്ന സ്നേഹം. എന്നിട്ടും വിനയം പറഞ്ഞു, അച്ചുമ്മാൻ വേണ്ടേട്ടാ. കുട്ടേട്ടൻ അത്ഭുതത്തോടെ അവനെ നോക്കി. അവരെന്ത് വിചാരിക്കും? അച്ചുമാൻ ഒരു അന്തവും കുന്തവുമില്ല. പോരെങ്കിൽ തനി മുറുക്കാൻ കോളാമ്പിയും. അവൻ്റെ സംസാരം കുട്ടേട്ടന് ഒട്ടും ഇഷ്ടമായില്ല. ഉന്നത വിജയം നേടിയെങ്കിലും തൻ്റെ വിനുക്കുട്ടനൊരു തനി പൊങ്ങച്ചക്കാരനും അല്പനുമായി അധപതിച്ചല്ലോ എന്ന് അദ്ദേഹം വ്യസനിച്ചു. ശേഖരമാമയെ വിളിച്ചാൽ മതി. ഒന്നില്ലെങ്കിലും ഒരു അഡ്വക്കേറ്റാണെന്ന് പറയാമല്ലോ. കുട്ടേട്ടന് സങ്കടത്തോടൊപ്പം ദേഷ്യവും വന്നു. ഈ കുട്ടി എത്ര മാറിപ്പോയിരിക്കുന്നു. ഇങ്ങനെയായാൽ അദ്ദേഹത്തിന് തുടർന്ന് ചിന്തിക്കാൻ ഭയമായി. സാരമില്ലെന്നേ, അവൻ കുട്ടിയല്ലേ. പ്രായത്തിലെ വിഡ്ഢിത്തോന്നലുകളാ. മീനുവേട്ടത്തി ആശ്വസിപ്പിച്ചു. വിനയൻ്റെ അനിഷ്ടം അച്ചുമ്മാൻ എങ്ങനെയോ അറിഞ്ഞിരിക്കണം. വാദം കോപിച്ചു എന്ന് പറഞ്ഞ് അഭിമാനിയായ അങ്ങേർ സ്വയം ഒഴിഞ്ഞു കളഞ്ഞു. ഒടുവിൽ വിനയൻ്റെ ഇഷ്ടം തന്നെ നടപ്പായി. ടെലഗ്രാം ചെയ്യുന്ന ശേഖരമാമയെ വരുത്തി. കൂടെ സുന്ദരിമാമി എത്താതിരുന്നതിൽ എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞു. വിവരമറിഞ്ഞപ്പോൾ ശേഖരമാമയുടെ മുഖം രക്തശൂന്യമായി. എന്നിട്ടും എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. മൂടിക്കെട്ടിയ മുഖത്തോടെ ശേഖരമാമ മുമ്പേ, പിന്നിൽ കുട്ടേട്ടൻ. വിനയനെ പ്രതി ഉള്ളതിൽ നല്ല വേഷമായിരുന്നു കുട്ടേട്ടൻ ധരിച്ചിരുന്നത്. മീനുവേട്ടത്തി ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇറയത്ത് നിന്നു, അമ്മയെ ധ്യാനിച്ചുകൊണ്ട്. കോട്ട പോലെ ചുറ്റും മതിൽ, അതിനുള്ളിൽ കൂറ്റൻ കോൺക്രീറ്റ് സൗധം. ആവശ്യത്തിലേറെ അലങ്കാരങ്ങൾ പണത്തിമിർപ്പ് വ്യക്തമാക്കുന്നു. ഗേറ്റിൽ സ്വർണത്തിൻ്റെ തിളക്കമുള്ള പിത്തള ഫലകം. നന്ദനം. കലയോ സൗന്ദര്യമോ ഔചിത്യമോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പണത്തിൻ്റെ ഹുങ്ക് വെളിപ്പെടുത്തുന്ന കെട്ടിട നിരയ്ക്ക് ഒട്ടും യോജിക്കാത്ത പേര്. ഗേറ്റിന് മുന്നിൽ എത്തിയപ്പോൾ കുട്ടേട്ടൻ വിസ്മയത്തോടെ ശേഖരമാമയെ നോക്കി. കുട്ടേട്ടൻ്റെ അതേ ഭാവം തന്നെയായിരുന്നു ശേഖരമാമൻ്റെ മുഖത്തും. നമുക്കിതെണങ്ങോ കുട്ട? ശേഖരമാമൻ ചോദിക്കാനും മടിച്ചില്ല. കുട്ടേട്ടൻ്റെ ശങ്കയും അതുതന്നെയായിരുന്നു. പട്ടണത്തിൽ ബസ്സിറങ്ങിയാൽ ടാക്സി പിടിച്ചേ പോകാവൂന്ന് വിനയൻ പ്രത്യേകം പറഞ്ഞിരുന്നത് കുട്ടേട്ടൻ ഓർത്തു. ശേഖരമാമനും അഭിപ്രായപ്പെട്ടതാണ്. 1 കിലോമീറ്ററിൻ്റെ ദൂരമേയുള്ളൂ എന്നറിഞ്ഞതുകൊണ്ട് പൊങ്ങച്ചത്തിന് മാത്രമായി ചുമ്മാ കാശ് കളയാൻ കുട്ടേട്ടന് മനസ്സ് വന്നില്ല. കാറിൽ വന്നിരുന്നെങ്കിൽ ഗേറ്റിലെ കാക്കിധാരി ചോദ്യമൊന്നും ചോദിക്കാതെ തന്നെ അകത്ത് കടത്തി വിടുമായിരുന്നുവെന്ന് ശേഖരമാമ പറഞ്ഞപ്പോൾ കുട്ടേട്ടന് ജാള്യത തോന്നി. ആരാണെന്ന് വിശദമായി തിരക്കി. ടെലിഫോണിലൂടെ മേനോൻ്റെ അനുവാദം വാങ്ങിയ ശേഷമാണ് കാക്കിധാരി അവരെ അകത്ത് കടത്തിയത്. എതിരേൽക്കാൻ വാതിൽക്കൽ ആരും ഉണ്ടായിരുന്നില്ല. പതുപതുത്ത കാർപ്പറ്റ് വിരിച്ച ഹാളിൽ ഇരുന്നാൽ താണുപോകുന്ന കുഷ്യൻ ഇരിപ്പിടത്തിൽ കാത്തിരിക്കുമ്പോൾ കുട്ടേട്ടന് ഒന്നേ തോന്നിയുള്ളൂ, വരേണ്ടിയിരുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് തൻ്റെ വിനുക്കുട്ടനൊരു വിവാഹാലോചന എത്തിയത് എത്ര വിചിത്രമായിരിക്കുന്നു. ഇനി ഇവർക്ക് ആളെ തെറ്റിയിരിക്കുമോ? അതോ പെൺകുട്ടിക്ക് വല്ല അംഗഭംഗമോ വൈരൂപ്യമോ അപവാദമോ സംഭവിച്ചിട്ടുണ്ടാകുമോ? എഞ്ചിനീയറിംഗിൽ റാങ്ക് നേടിയിട്ടുണ്ടെന്നതൊഴിച്ചാൽ ഭൗതിക പ്രൗഢിയിൽ അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ തൻ്റെ കുട്ടിക്ക് എന്താണുള്ളത്? പക്ഷേ അഭിമാനവും ആഭിജാത്യവും അത് മറ്റാരിലുമേറെ തങ്ങൾക്കുണ്ട്. വിവാഹാലോചനയ്ക്ക് എത്തിയിട്ട് ഏതോ കാര്യം സാധിക്കാൻ കരുണ പ്രതീക്ഷിച്ച് അപേക്ഷയുമായി കാത്തിരിക്കുന്നവരുടെ അവസ്ഥയിലായി. വളരെ സമയം കഴിഞ്ഞാണ് മുകൾ നിലയിൽ നിന്ന് മേനോൻ ഇറങ്ങി വന്നത്. പട്ടുകുർത്ത, കസവ് വേഷ്ടി, പിന്നിൽ പ്രൗഢയായ ഭാര്യ, പട്ടിലും പൊന്നിലും പൊതിഞ്ഞ സ്ത്രീരൂപം. മേനോൻ്റെ മുഖത്ത് ആതിഥേയൻ്റെ പ്രസാദമില്ല.
ഒന്ന് അറിയിച്ചിട്ട് വരുന്നതായിരുന്നു മര്യാദ. അയാളുടെ ആദ്യ വചനം. കുട്ടേട്ടൻ്റെ മുഖം തുടുത്തു. അപ്പോൾ തങ്ങൾക്ക് മര്യാദയില്ലെന്നാണോ ഇയാൾ ഉദ്ദേശിക്കുന്നത്? ദൂതനെ അയച്ചത് മുൻകൂട്ടി അറിയിച്ചിട്ടായിരുന്നില്ലല്ലോ. എന്നിട്ടും തങ്ങൾക്ക് പരിഭവമുണ്ടായിരുന്നില്ല. സൗകര്യം പോലൊരു ദിവസം അങ്ങോട്ട് ഇറങ്ങണം എന്നാണല്ലോ ഗോവിന്ദൻ നായർ ക്ഷണിച്ചത്. വരും മുൻപ് മുൻകൂട്ടി അറിയിക്കേണ്ട കാര്യം അയാൾ സൂചിപ്പിച്ചിരുന്നില്ല. ഒരാൾ ആലോചന വെക്കുമ്പോൾ കണ്ണടച്ച് തട്ടിക്കളയുന്നത് ശരിയല്ലെന്ന് കരുതി പുറപ്പെട്ടതാണ്. വിനയൻ്റെ താല്പര്യവും മീനുവിൻ്റെ ഉപദേശവും പ്രേരണ നൽകി. ഞങ്ങൾക്ക് ചേർന്നൊരു ബന്ധമല്ല ഇതെന്നറിയാം. മേനോൻ്റെ മയമില്ലാത്ത സ്വരം. പയ്യൻ്റെ കുടുംബവും സാമ്പത്തികവും ഞാൻ പ്രശ്നമാക്കുന്നതേയില്ല. അതെന്തുമാകട്ടെ, സ്വജാതിയാണ്. സ്വഭാവത്തെപ്പറ്റി ആളുകൾക്ക് മതിപ്പുണ്ട്. അത്രയുമേ ഞാൻ കണക്കിലെടുത്തുള്ളൂ. ഈ വിവാഹ തീരുമാനം അറിഞ്ഞാൽ പലരും ഞങ്ങളെ പഴിച്ചെന്ന് വരും. അപമാനിക്കുന്ന തരം സംസാരം. കുട്ടേട്ടനെ അത് ശരിക്കും ചുടിപ്പിച്ചു. ഇവിടെ ആരെങ്കിലും നിങ്ങളോട് അപേക്ഷിച്ചുവോ എന്ന് ചോദിക്കാൻ നാവ് തരിച്ചു. പക്ഷെ ക്ഷമിച്ചു. പണവും പട്ടണ പരിഷ്കാരവും ഇല്ലെങ്കിലും മര്യാദ ആർക്കാണുള്ളത്? ബുദ്ധിമാനാണെങ്കിൽ ഇയാൾ മനസ്സിലാക്കട്ടെ. എൻ്റെ 2 മൂത്ത പെൺകുട്ടികളെ ഞങ്ങളുടെ പദവിക്കൊത്തേടത്ത് തന്നെ അയച്ചത്. എൻ്റെ തീരുമാനത്തിനപ്പുറം അവർക്കൊരു ഇഷ്ടവുമില്ലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ഇളയ മോളുടെ ഇഷ്ടമാണ്. എൻ്റെ അരുമ കുട്ടിയാണവൾ. അവൾക്ക് ഈ പയ്യനെ മതിയെന്ന് പറഞ്ഞപ്പോൾ കുട്ടേട്ടനൊന്ന് നടുങ്ങി. അപ്പോൾ അതാണ് സംഗതി. പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരമാണ് ആലോചന വന്നിരിക്കുന്നത്. ഇതൊന്നും വിനയൻ അറിഞ്ഞിട്ടില്ലെന്നോ? അതോ അവൻ ഒളിച്ചു കളിക്കുകയാണോ? വളഞ്ഞ ബുദ്ധിയൊന്നും വിനയനില്ല. വികൃതികൾ കാട്ടുക അനിയൻ്റെ പ്രകൃതമാണ്. എൻ്റെ സ്വത്തിൽ 4/1 അവൾക്കുള്ളതാണ്. പക്ഷേ കല്യാണ സമയത്ത് ആവശ്യമുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും മാത്രമേ ഞാൻ കൊടുത്തയക്കൂ. കുടകിലെ എൻ്റെ എസ്റ്റേറ്റും എറണാകുളത്തെ ബംഗ്ലാവും ഒരു വിദേശ കാറും അവൾക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ അത് ഉടനെ കിട്ടില്ല. നിങ്ങളെ എനിക്ക് വിശ്വാസം വരണം. കൊടുക്കുമ്പോൾ അവളുടെ പേരിലേ കൊടുക്കൂ താനും. പയ്യൻ്റെ പേരിൽ കിട്ടണമെന്ന് വാശി പിടിച്ചാൽ നടക്കില്ല. അറുത്തു മുറിച്ച വർത്തമാനം. കുട്ടേട്ടൻ്റെ ക്ഷമ നശിച്ചിരുന്നു. ആര് പറഞ്ഞു അവൻ്റെ പേരിൽ വേണമെന്ന്? എൻ്റെ കുട്ടി അധ്വാനിച്ച് ജീവിച്ചോളും. ഞാൻ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ആരുടെയും പിച്ച അവന് വേണ്ട. തെയ്യുണ്ണി മേനൻ ശരിക്കും ചമ്മിപ്പോയി. താൻ ഇടപെടുന്നയാൾ അത്രയ്ക്കങ്ങ് നിസാരനല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷെ ശേഖരമാമൻ കുറ്റപ്പെടുത്തും പോലെ കുട്ടേട്ടനെ നോക്കി. എന്തിനാ ചുമ്മാ വക്കാണം? ശാസിക്കുകയും ചെയ്തു. രേവയുടെ ഒരേ നിർബന്ധമാണ്. അല്ലെങ്കിൽ തരത്തിൽ താണവരുമായുള്ള ഇടപാടിന് ഞാൻ മുതിരില്ലായിരുന്നു. മേനൻ വെറുപ്പിൽ മുഖം വെട്ടിത്തിരിച്ചു. നിങ്ങളുടെ മകളെ നിർബന്ധിച്ചിട്ടുള്ളൂ. എൻ്റെ അനിയൻ നിർബന്ധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധവുമില്ല. കുട്ടേട്ടൻ തീർത്തു പറഞ്ഞു. ഒപ്പം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. അതോടെ ശേഖരമാമനും എഴുന്നേൽക്കേണ്ടി വന്നു. സത്യത്തിൽ ശേഖരമാമൻ്റെ ഉള്ളിൽ സന്തോഷമായിരുന്നു. ഈ ആലോചന നടക്കാതെ പോകണേ എന്നായിരുന്നു യാത്രയിൽ മുഴുവൻ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത്. ഒന്നും കഴിക്കാതെ മേനോൻ്റെ ഭാര്യ നിവൃത്തി കെട്ടെന്നോണം അനുരഞ്ജനത്തിനൊരുങ്ങി. എല്ലാം മേശപ്പുറത്ത് നിർത്തി കഴിഞ്ഞു. ചേറ് മണക്കണോരാ ഞങ്ങൾ. വയറ് വിശന്നോണ്ട് മണ്ണിൽ പണിയെടുക്കണ പാവങ്ങൾ നാട്ടിൻപുറത്തുകാർ. പക്ഷെ വയറിനേക്കാൾ ഞങ്ങൾക്ക് വലുത് നെഞ്ചിലെ അഭിമാനമാണ്. അപ്പോഴേക്കും വാതിൽ വിരി നീക്കി വെള്ളത്തളികയിൽ ശീതളപാനീയങ്ങൾ നിറച്ച ഗ്ലോബറ്റുകളുമായി പെൺകുട്ടി കടന്നു വന്നു. കുട്ടേട്ടൻ ബന്ധിതനായിപ്പോയി. തൻ്റെ വിനയനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ ഒന്ന് കാണാൻ. അഴകും ഐശ്വര്യവുമുള്ള കുട്ടി. ആഭരണങ്ങളിലും അലങ്കാരങ്ങളിലും അമ്മയേക്കാൾ വളരെ മിതത്വം പാലിച്ചിരിക്കുന്നു. ഇവളാണ് രേവ. മേനോൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്തി. രേവ തളികയുമായി കുട്ടേട്ടൻ്റെയും ശേഖരമാമൻ്റെയും അരികിലെത്തി. പ്ലീസ് ടേക്ക്, അവൾ ശബ്ദിച്ചു. ശേഖരമാമൻ ഗ്ലാസ് എടുത്ത് അതിലെ നിറമുള്ള പാനീയം ഒറ്റ വലിക്ക് അകത്താക്കി. പക്ഷെ കുട്ടേട്ടൻ തൻ്റെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച തളികയിലേക്കൊന്ന് നോക്കുക പോലും ചെയ്തില്ല. എടുക്കൂ. പെൺകുട്ടി വീണ്ടും. വേണ്ട കുട്ടി, നന്ദി. നിങ്ങളുടെ തരത്തിൽ താണ ഞാൻ ആ പാത്രത്തിൽ തൊട്ട് അശുദ്ധമാക്കണില്ല. എന്നാൽ തരത്തിൽ താണ എൻ്റെ അനിയനെ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ, അവൻ വിളിച്ചാൽ കൂടെ ഇറങ്ങി വരാൻ ധൈര്യമുണ്ടെങ്കിൽ നിന്നെ ഏൽക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. പെട്ടെന്ന് കുട്ടേട്ടൻ തിരിഞ്ഞു നടന്നു. പിന്നിൽ ശേഖരമാമൻ. നായി കടലിൽ ചെന്നാൽ നക്കിയ കുടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ലോ ക്ലാസ്സുകാരുടെ സ്ഥിതിയും അതുതന്നെയാണ്. താണ ശബ്ദത്തിൽ മേനോൻ്റെ ഭാര്യ പിറുപിറുക്കുന്നത് കുട്ടേട്ടൻ കേട്ടു. എന്നാൽ മേനോൻ്റെ റാസ്കൽസ് എന്ന ഭത്സനവും. എന്നാൽ രേവയുടെ അമ്മേ അച്ഛ എന്ന താക്കീതുകൾ കുട്ടേട്ടനെ സമാശ്വസിപ്പിച്ചു. ആ കുട്ടിയുടേതാണെന്ന് തോന്നുന്നു. പോരും വഴിക്ക് കുട്ടേട്ടൻ അക്കാര്യം ശേഖരമാമനോട് സൂചിപ്പിക്കുകയും ചെയ്തു. അതിപ്പോഴത്തെ അവസ്ഥ. കുറേ കഴിയുമ്പോൾ തന്തയും തള്ളയുടെയും തനി സ്വഭാവം തന്നെ അവളും കാട്ടിയെന്ന് വരും. ശേഖരമാമൻ തർക്കിച്ചു. ഏതായാലും ഈ ആലോചന വേണ്ടെന്ന് വെക്കുക തന്നെയാണ് എൻ്റെ അഭിപ്രായം. മറുപടി പറഞ്ഞില്ലേലും കുട്ടേട്ടൻ്റെ തീരുമാനവും മറിച്ചായിരുന്നില്ല. ഉമ വിനയന് വേണ്ടി കാത്തിരുന്നവളാണ്. എപ്പോഴോ ശേഖരമാമൻ ഓർപ്പിച്ചു. വിവാഹക്കാര്യത്തിൽ അവൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. മറ്റെന്താ ഞാൻ പറയുക? കുട്ടേട്ടൻ ഒഴിഞ്ഞു മാറി. പോയ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ മീനുവേട്ടത്തേക്കും നിരാശയായി.
എത്താത്ത കൊമ്പ് നോക്കി പോവേണ്ടിയിരുന്നില്ല. അവർ പശ്ചാത്തപിച്ചു. ഉമയ്ക്ക് അവന് ജീവനായിരുന്നു. ഇനിയിപ്പം ശേഖരമ്മാവനോട് അതേപ്പറ്റി എങ്ങനെയാ പറയുക? ആ ചിന്തയോട് കുട്ടേട്ടന് യോജിപ്പുണ്ടായില്ല. മീനുവിനറിയോ, നമ്മുടെ ആപത്ത് കാലത്ത് ഈ ശേഖരമ്മാമനും മാമിയും ഒന്നും നമുക്കില്ലായിരുന്നു. പാവപ്പെട്ട ഈ അയൽക്കാരും നാട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾ പഠിച്ച് ഒരു നിലയ്ക്കെത്തുമെന്നായപ്പോഴാണ് മാമനും മാമിയും ബന്ധവും പറഞ്ഞു